ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യ കുറ്റക്കാരിയെന്ന് പോലീസിന്റെ കുറ്റപത്രം. കേസിൽ PP ദിവ്യ മാത്രമാണ് പ്രതി. ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് വന്ന് ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച് തയ്യാറാക്കിയ കുറ്റപത്രം കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. 24 ബ്രേക്കിംഗ്. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലെത്തി PP ദിവ്യ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നാണ് കുറ്റപത്രം. നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന ധ്വനി ഉയർത്തുന്നതായിരുന്നു ദിവ്യയുടെ പ്രസംഗം. അധിക്ഷേപം കൃത്യമായ ആസൂത്രണത്തോടെയാണ് നടത്തിയത്. കളക്ടറേറ്റിലെ യാത്രയപ്പിലേക്ക് ദിവ്യയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. കളക്ടറുടെ സ്റ്റാഫിനെ ഫോണിൽ വിളിച്ച് പരിപാടിയെക്കുറിച്ച് ദിവ്യ അന്വേഷിച്ചു. കണ്ണൂരിലെ പ്രാദേശിക ചാനലിനെ വിളിച്ചുവരുത്തി യാത്രയപ്പ് പരിപാടി ചിത്രീകരിച്ചതും അത് പ്രചരിപ്പിച്ചതും PP ദിവ്യ തന്നെയാണെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു. കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് യാത്രയപ്പിനെത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ കൈകളിൽ കയറിന്റെ ഫൈബർ അടയാളങ്ങൾ ഉണ്ടായിരുന്നതാണ് തൂങ്ങിമരണമാണെന്ന് പോലീസ് ഉറപ്പിക്കാൻ കാരണം. ഇതടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ ആർക്കുവേണ്ടി, എന്തിനുവേണ്ടി ദിവ്യ നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചു എന്നതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. വിവാദ പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തൻ നവീൻ ബാബുവിനെതിരെ സൃഷ്ടിച്ച വ്യാജ കൈക്കൂലി പരാതിയും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. 2024 ഒക്ടോബർ 15-നായിരുന്നു നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 കണ്ണൂർ.